നമസ്കാരം. നമുക്ക് ഡിജിപോസ് സെന്നില് മാനുഫാക്ചർ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബേക്കറി അങ്ങനത്തെ ഷോപ്പുകൾക്ക് വേണ്ടിയുള്ള പ്രൊഡക്ഷൻ ഐറ്റം എങ്ങനെ പ്രിപ്പയർ ചെയ്യും, എങ്ങനെ അസൈൻ ചെയ്യുന്നുള്ള പറ്റിയ ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പൊ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുക. മാസ്റ്റേഴ്സിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കുറച്ച് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രെഡ്, ഫ്ലോർ, സാൾട്ട്, ഈസ്റ്റ്, എഗ്സ് അത് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മളിത് പ്രൊഡക്ഷൻ ഐറ്റമായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി മാസ്റ്റേഴ്സിൽ ഐറ്റം മാസ്റ്ററിൽ പ്രൊഡക്ഷൻ ഐറ്റം എടുക്കുക. എന്നിട്ട് അവിടെ വേണ്ട ഫിനിഷ് പ്രൊഡക്റ്റ്, നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അത് നമുക്ക് ബ്രെഡാണ്. ബ്രെഡ് ഒരു ക്വാണ്ടിറ്റി നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി വേണ്ട ഐറ്റംസ് സെലക്ട് ചെയ്യുക. അടുത്തത് ഫ്ലോർ എടുക്കുക. അത് എത്ര ഗ്രാമാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കൊടുക്കുക. ഞാൻ ആദ്യം ഒരു 100 കൊടുത്തു. അടുത്തത് നമുക്ക് ഐറ്റം എഗ് ആണെങ്കിൽ എഗ് സെലക്ട് ചെയ്യുന്നു. എഗ് എത്ര ക്വാണ്ടിറ്റി, ഞാനിപ്പോൾ 2 ക്വാണ്ടിറ്റി കൊടുക്കുന്നു. അടുത്തതായി നമുക്ക് വരുന്നത് സാൾട്ട് ആണ്. സാൾട്ട് എത്ര ഇതാണ്, നമ്മൾ ഒരു ഏകദേശം 0.05 കൊടുക്കുന്നു. ഇനി ഈസ്റ്റ് ആണ് നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈസ്റ്റ് കൊടുക്കുന്നു. അതിന്റെ ക്വാണ്ടിറ്റി റേഷ്യോ കൊടുക്കുന്നു. ഞാൻ ഒരു 0.001 കൊടുത്തു. സേവ് ചെയ്ത് നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ബ്രെഡ് എന്ന ഐറ്റം പ്രിപ്പയർ ചെയ്യാൻ ഇത്ര ഐറ്റംസ് നമ്മൾ റോ മെറ്റീരിയൽ ആയിട്ട് വേണം. അവിടെ ഞാൻ സേവ് ചെയ്യുന്നു. ഇനി നമ്മൾ ട്രാൻസാക്ഷനിൽ റീപാക്കിംഗ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഫിനിഷ് ഗുഡ്സ്, നമ്മുടെ ബ്രെഡ് ആണല്ലോ, ബ്രെഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ക്വാണ്ടിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ വേണ്ട റോ മെറ്റീരിയൽസ് നമ്മുടെ മെയിനിലത്തെ വിൻഡോയിൽ ലോഡ് ആകും. ഇങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ സേവ് ചെയ്യാൻ നേരത്ത് ബ്രെഡിലേക്ക് 10 ക്വാണ്ടിറ്റിയും ബാക്കി ഈ ഫ്ലോർ, എഗ്, സോൾട്ട് എന്ന ഐറ്റംസ് സ്റ്റോക്കിൽ നിന്ന് കുറഞ്ഞോളൂ. നമ്മൾ കൊടുക്കുന്ന ആ റേഷ്യോയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈസി ആയിട്ട് മാനുഫാക്ചർ ഷോപ്പിലേക്കോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഷോപ്പിലേക്കൊക്കെ സ്റ്റോക്കും ബാക്കിയുള്ള കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, താങ്ക് യു.